കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പും മലനിരകളും നിറഞ്ഞു നിൽക്കുന്ന നാട്. മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു നാട്. നമ്മുടെ കേരളത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനോഹരമായ ഒരു നാട്, അതാണ് തെങ്കാശി. തെങ്കാശിയുടെ ഗ്രാമീണ സൗന്ദര്യവും കൃഷിയിടങ്ങളും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ ജൂലൈ മാസങ്ങളാണ് ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ ജൂൺ മുതൽ തുടങ്ങുന്ന മാസങ്ങൾ. തമിഴ് സംസ്കാരവും പ്രകൃതിയുടെ അനുഗ്രഹവും ഒത്തുചേരുന്ന തെങ്കാശിയിലെ യാത്രകൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കും. കേരളത്തിലെ കൊല്ലം ജില്ലയോട് അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രധാന നഗരവും ജില്ലയുമാണ് തെങ്കാശി. പ്രശസ്തമായ കുറ്റാലം വെള്ളച്ചാട്ടവും കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവും സുന്ദരപാണ്ഡ്യപുരവും അങ്ങനെ തുടങ്ങുന്നു അവിടുത്തെ കാഴ്ചകൾ. തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ നിന്നും 34ാമത്തെ ജില്ലയായി 2019 രൂപമെടുത്ത ഒരു ജില്ലയാണ് തെങ്കാശി. ഇത് കേരളത്തിലെ കൊല്ലം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ്. ഒരു കുടിൽ വ്യവസായ വാണിജ്യ കേന്ദ്രമായ തെങ്കാശിയിലെ ജനങ്ങളിൽ ഏറിയ ആളുകളും കാർഷിക വൃത്തിയും കുടിൽ വ്യവസായവും തങ്ങളുടെ മുഖ്യ ഉപജീവനമായി സ്വീകരിച്ചിരിക്കുന്നവരാണ്. നെല്ലാണ് പ്രധാന വിള. തെങ്കാശിയിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണിത്, കാശി വിശ്വനാഥ ക്ഷേത്രം. ദക്ഷിണകാശി, തെക്കൻ കാശി എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട്. ചിറ്റാറിൻ്റെ വടക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് പേരുകേട്ടതാണ്. കാശിയിലെ വിശ്വനാഥനെ ആരാധിക്കുന്നതിന് തുല്യമാണ് ഇവിടുത്തെ ദർശനമെന്നാണ് വിശ്വാസം. 13ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവായ പരാക്രമ പാണ്ഡ്യനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ ഗോപുരങ്ങളിലൊന്നായ 9 നിലകളുള്ള രാജഗോപുരമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. കാശി വിശ്വനാഥനാണ് പ്രധാന മൂർത്തി. പാർവതി ദേവി ഉലകമ്മൻ എന്ന പേരിലും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. തെങ്കാശിക്ക് ആ പേര് തന്നെ നൽകിയത് ഇവിടുത്തെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യമാണ്. സ്ഥലത്തിൻ്റെ പ്രധാന വിശേഷവും 13ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം തന്നെയാണ്. വിശ്വാസികളെ മാത്രമല്ല ചരിത്രപ്രേമികൾക്കും കണ്ടുവരാൻ പറ്റിയ സ്ഥലമാണിത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു തിരുമല കോവിൽ കൂടി നമുക്ക് കാണാം. 624 പടികൾക്ക് മുകളിലെ ക്ഷേത്രം തമിഴ് സിനിമകളിലൂടെ നമുക്ക് പരിചയമുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് സുന്ദരപാണ്ഡ്യപുരം. നല്ല ഗ്രാമീണ ഭംഗിയും അതുപോലെ തന്നെ നമുക്ക് സൂര്യകാന്തി പൂക്കളും പൂത്തൊലഞ്ഞു നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. മാത്രമല്ല പുലിയൂർപ്പാറ എന്ന അന്യൻ പാറ ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ്. ശങ്കറിൻ്റെ അന്യൻ എന്ന സിനിമയിലെ രണ്ടക്ക രണ്ടക്ക എന്ന ഗാനം, ആ ഷൂട്ടിങ്ങിന് ശേഷമാണ് ഇതിന് അന്യൻ പാറ എന്ന പേര് ലഭിച്ചത്. ഞങ്ങൾ പോകുന്ന സമയത്ത് കുറ്റാലമൊക്കെ വറ്റി ഉണങ്ങി നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം കുറേശ്ശെയൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യാൻ തുടങ്ങിയോടുകൂടി അത്യാവശ്യം ജലസാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എപ്പോൾ തെങ്കാശിക്ക് നമ്മൾ വരാൻ പ്ലാൻ ചെയ്താലും അതൊരു പ്ലാനിങ്ങോട് കൂടി വേണം വരാനായിട്ട്. കാരണം വേറൊന്നുമല്ല, സുന്ദരപാണ്ഡ്യപുരത്ത് സൂര്യകാന്തി തോട്ടം വരുന്ന ആ സമയം, അതുപോലെ തന്നെ കുറ്റാലം വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ പഴയ കുറ്റാലത്തിലും ഒക്കെ വെള്ളം ഉള്ള സമയം, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ടൂർ പ്ലാൻ ചെയ്യാൻ. സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, സാഹസികത എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, പക്ഷേ ബൈക്ക് റൈഡും അതുപോലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ ഓഫ് റോഡിലൊക്കെ കയറ്റാൻ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണിത്. ക്യാപ്റ്റൻ മില്ലർ ഷൂട്ടിംഗ് പോയിന്റ് എന്നാണ് ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. നമ്മുടെ ധനുഷിൻ്റെ ചിത്രമാണ് അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതുകൂടാതെ ഇവിടെ നാട്ടിലുള്ള ആളുകളൊക്കെ പറയുന്നത് പുഷ്പ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. പുഷ്പയും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് തന്നെയാണ് ഇവിടെ നാട്ടിലുള്ളവർ പറയുന്നത്. കാരണം പല സിനിമകൾ ഇതിനകത്ത് പറയുന്ന ഈ 1-2 സിനിമകളുടെ മാത്രമല്ല, നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഒരു സ്ഥലമാണ് തെങ്കാശി പട്ടണം എന്നാണ് പറയുന്നതെങ്കിലും ഒരു തമിഴ്നാടൻ ഗ്രാമത്തിൻ്റെ ഭംഗി ഇവിടെ നമുക്ക് കണ്ടറിയാം. തമിഴ്നാടൻ നാട്ടുകാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവർക്കാണ് ഈ റൂട്ട് പറ്റിയത്. പല മലയാള സിനിമകളിലും തെങ്കാശി പട്ടണത്തിൻ്റെ മനോഹാരിതയും ഭംഗിയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നും അതിനൊന്നും വലിയ മാറ്റമില്ലാതെ തന്നെ ഇവിടെ നമുക്ക് കാണാം.